ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു ബൺ ദോശയുടെ റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉഴുന്നിൻ്റെ ആവശ്യമില്ല, ഉഴുന്ന് ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് സാമ്പാർ, ചട്നി, അതുകൂടാതെ തന്നെ ഏതുതരം കറിയുടെ കൂടെയാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബൺ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ബൺ ദോശ ഉണ്ടാക്കാനുള്ള അരി ഒന്ന് കുതിർത്ത് വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് പച്ചരിയാണ്. പച്ചരിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡലി റൈസ് വേണമെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അരിയും ഉലുവയും കൂടി ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അരി ഞാനിവിടെ ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അവലാണ്. അവൽ കട്ടിയുള്ള അവലാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പക്ഷെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അവൽ നല്ല നൈസായിട്ടുള്ള അവലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് അവലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ടി കൂടിയ അവലാണെങ്കിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ തേങ്ങ ചിരവിയ സമയത്ത് തേങ്ങ ചിരട്ടയിൽ നിന്ന് വിട്ടുപോകുന്ന അത് കാരണം ഞാൻ അത് കട്ട് ചെയ്ത് പീസായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോകാൻ പാടില്ല. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരക്കുക. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം എത്രയാണ് ഉപയോഗിക്കുന്നതെന്ന് അത്ര കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന അരി വ്യത്യസ്തമായിരിക്കും. ചില അരിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും, ചില അരിക്ക് വെള്ളം കുറവ് മതിയായിരിക്കും. ഇഡ്ഡലി റൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും. പച്ചരി ആണെങ്കിൽ കുറച്ച് വെള്ളം മതിയാവും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അരിയുടെ പാകം നോക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ കലക്കി വെച്ചാൽ മതി. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി മാവൊന്ന് പൊങ്ങി വരാൻ വേണ്ടി മൂടി ഒരു 8 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വേണ്ടി രാത്രിയാണ് ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മാവ് അരച്ച് വെച്ചിട്ട് 8 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ഉഴുന്നൊന്നും അരക്കാതെ തന്നെ നല്ല ഇഡ്ഡലി മാവ് പോലെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ 2 നുള്ളി സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഞാൻ പക്ഷേ ഇതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. മാവ് കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബൺ ദോശക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എണ്ണയിൽ വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിക്കണം. പച്ചമുളകും വേപ്പിലയൊന്നും കൂടുതൽ മൂത്ത് കളറൊന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി താളിച്ചെടുത്തത് നമുക്ക് ദോശമാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു അപ്പച്ചട്ടി ചൂടാക്കാൻ വെക്കാം.
നിങ്ങളുടെ കയ്യിൽ അപ്പച്ചട്ടി ഇല്ലെങ്കിൽ സാധാരണ ദോശത്തവയിൽ വെച്ച് നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാം. അപ്പച്ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു ബണ്ണിന്റെ ഷേപ്പ് ഒക്കെ വരും ദോശക്ക്. തവ ചൂടായിരുമ്പോഴേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ചെറിയ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ തവിക്ക് 2 തവി മാവാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മാവെല്ലാം നിങ്ങളുടെ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കട്ടിക്ക് ഒഴിച്ചാലേ ആ ബണ്ണിന്റെ ഷേപ്പിൽ കിട്ടുള്ളൂ. ഞാൻ പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ദോശയുടെ സൈഡിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി പാൻ ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യണം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇത്തിരി കട്ടിയുള്ള കാരണം വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാൻ്റെ മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ ദോശയുടെ സൈഡൊക്കെ ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ദോശ മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള ദോശയും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് പഞ്ഞ് പോലത്തെ ദോശയാണിത്. ഇപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയും കൂടെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ടൊമാറ്റോ ചട്നിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഈ ചട്നി നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുത്തിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കണം. കടലപ്പരിപ്പിന് പകരമായിട്ട് നമുക്ക് പൊട്ടുകടല വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പരിപ്പൊന്ന് മൂത്ത് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് 3 ഉണക്കമുളകും 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ചട്നിക്ക് നല്ലൊരു കളർ കിട്ടും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സി മൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ചട്നി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ചട്നി ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ച് നിന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തിടണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരുമ്പോൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിക്കണം. ഇപ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കടുക് വറുത്തത് നമുക്ക് ചട്ടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക.